ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇന്ന് ഞാനൊരു യാത്രയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ബേക്കിംഗ് റെസിപ്പി ഒന്നുമല്ല. നമ്മളെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ, ബേക്കിംഗ് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടണമെന്നില്ല. എങ്ങോട്ടാ പോകണമെന്ന് പറഞ്ഞില്ല അല്ലേ? ഇപ്പോൾ ഞാൻ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ട്രെയിനിൽ നിന്ന് ഒരു കൂട്ടുകാരിയെ കിട്ടിയിട്ടുണ്ട്. കളഞ്ഞു കിട്ടിയ കൂട്ടുകാരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് കൊയിലാണ്ടിയിലുള്ള ഷഹബാനയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ഞാൻ യൂട്യൂബറാണ്, ഇങ്ങനെ ഞാൻ കൊച്ചിയിലോട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പം ജസ്റ്റ് ആൾ ഒരു സെൽഫി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ആളാണ് എനിക്ക് ആ ഒരു ഭാരതപ്പുഴയുടെ സീനൊക്കെ ഷൂട്ട് ചെയ്ത് തന്നത്. ആൾ അങ്കമാലിയിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആൾ അവിടെ സ്റ്റേഷൻ എത്തിയപ്പം ഇറങ്ങി. ഞാനിതാ എൻ്റെ കൊച്ചിയിലുള്ള സ്റ്റേഷൻ എത്തിയപ്പം അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് പോവുകയാണ്. എറണാകുളത്തുള്ള സ്റ്റേഷനിൽ നിന്ന് കൊച്ചിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ പ്ലേസ് എത്തിയിട്ടുണ്ട്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുന്നേയും വന്നിട്ടുണ്ട് കേട്ടോ ഈ വീട്ടിൽ. അപ്പോൾ ഇതാ നമ്മുടെ സോണിയുടെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. മാജിക് ഹാൻഡ്സ് ബൈ സോണിയ മുബാറക്. പിന്നെ സോണീൻ്റെ കോലം കണ്ടപ്പോൾ ഞാൻ കരുതി അവൾ കുളിച്ചിട്ടില്ല എന്നുള്ളത് കാരണം കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കാതിരുന്നത്. പിന്നെ അവൾ പറഞ്ഞു ഞാൻ കുളിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, നീ വരുന്നത് പ്രമാണിച്ച് ഞാൻ നേരത്തെ കുളിച്ചിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു എന്നുള്ളത്. അങ്ങനെ നമുക്ക് തണുത്ത ജ്യൂസൊക്കെ കിട്ടി, അത് കുടിച്ചു. പിന്നെ സോണിയുടെ സ്ഥിരം വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ഒരു കുടുംബാംഗങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് പറ്റും. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഇവരുടെ അടുത്ത് പറയാതെ കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പറയാതെ മീൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൺ ദ സ്പോട്ട് ട്രെയിൻ കയറുമ്പോഴാണ് ഇവർ അറിയണുള്ളൂ ഞാൻ ഇങ്ങോട്ട് വരണം എന്നുള്ളത്. ഇതൊരു വെല്ലുവിളിയായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ ഒരു ബെറ്റ് വെച്ച പോലെ. ഞാൻ എപ്പോഴും പറയുമായിരുന്നു ഞാൻ കൊച്ചിയിൽ വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്യുമെന്നൊക്കെ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സാദാ ചോറ് വേണം, സാമ്പാർ വേണം, ചമ്മന്തി വേണം, പിന്നെ മീൻ പൊരിച്ചത് ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല, പപ്പടം വേണം. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മസ്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ചാർ വേണം എന്നാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഒരു തരമല്ല 2-3 തരം അച്ചാർ അവിടെ സ്റ്റോക്കാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല എന്താ പറയുക കൂന്തൽ ഫ്രൈ, പിന്നെ വേറൊരു മീനുണ്ടായിരുന്നേ. അച്ചാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു അച്ചാർ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ജ്യേഷ്ഠത്തി അഥവാ ഇക്കാടെ ജ്യേഷ്ഠൻ്റെ ഭാര്യ ഇട്ടിട്ടുള്ള അച്ചാറാണ്. അവർ ഹോം മെയ്ഡായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അച്ചാറിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ഒന്ന് നോക്കണം. നമ്മൾ അച്ചാർ എന്ന് പറയുമ്പോൾ നമ്മൾ റെഡിഷ് കളറാവും, നല്ല റെഡ് എന്താ പറയുക മുളക് പൊടിയൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ റെസിപ്പി തന്നെ ഒരു വെറൈറ്റിയാണ്. റെസിപ്പി എനിക്കറിയില്ല കേട്ടോ, കാരണം ഞാനും ഇത് അവരെ കയ്യിൽ നിന്ന് 2ാമത്തെ ബോട്ടിലാണ് കേട്ടോ വാങ്ങുന്നത്. വെളുത്തുള്ളിയാണ്. പിന്നെ ഇതിലെന്തൊക്കെ ഇട്ടെന്ന് ചോദിച്ചാൽ മഞ്ഞൾപ്പൊടി പകരം പിന്നെ മുളകിന് പകരമായിട്ട് കുരുമുളക് ചതച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ കായുണ്ട്. അതൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടാട്ടോ പറയണത്. എൻ്റെ മോള് പറയണ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇതിൻ്റെ മണം നിങ്ങൾക്ക് ഇതിലൂടെ അറിയാൻ പറ്റിയിരുന്നെങ്കിൽ അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ കേക്കിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കുന്ന സെയിം നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു അച്ചാർ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ പുത്തമ്പള്ളിയാണ്, പെരുമ്പടപ്പ് പുത്തമ്പള്ളിയാണ് കേട്ടോ. അല്ലാതെ ഇത് കൊച്ചിയിലത്തെ അച്ചാറല്ല, കൊച്ചിയിലുള്ളത് വേറെ, ഇത് വേറെ കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മൾ എന്താ പറയുക, ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ അടുത്ത ആൾ എത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും അടുത്ത ആൾ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയണ്ടായിരിക്കുമല്ലോ ഞാൻ എന്തിനാണല്ലേ ഈ പ്രത്യേകം ഈ ഒരു സെലിബ്രിറ്റീനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇത് നമ്മളെ ആരീസ് ഹെവനിലെ ആരിയാണ് കേട്ടോ. അപ്പോൾ ആരി കോഴിനെ പിടിച്ചേ കണ്ടില്ലേ, സോണിയുടെ കോഴിയാണിത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കണമെന്നൊന്നും കരുതിയല്ല കേട്ടോ, ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാണ്. സത്യം പറഞ്ഞാൽ അവിടെ പോയാൽ വീഡിയോ എടുക്കാനല്ല, നമ്മൾക്കത് എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പാർട്ടുകൾ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ചായ കടി ഒക്കെ സോണി പുറത്തുനിന്ന് വരുത്തിച്ച കേട്ടോ. അതിലെന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ കൊച്ചി സ്പെഷ്യൽ ഐറ്റംസാണ് അതൊക്കെ. നമ്മളിവിടുത്തെ പഴംപൊരി ബാക്കിയെല്ലാം ഉണ്ട്, എന്നാലും കൊച്ചിയിലെ ചില സ്പെഷ്യൽ ഐറ്റംസ്. പിന്നെ ആര്യനെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ബീച്ച് കാണാൻ കേട്ടോ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ 2 ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം സോണിനെ ബുദ്ധിമുട്ടിക്കാമെന്ന് കരുതി, അടുത്ത ദിവസം ആര്യനെയും ബുദ്ധിമുട്ടിക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളിങ്ങനെ പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്നത് കേട്ടാൽ അവരുടെ നിന്ന് എനിക്ക് എന്തായാലും തല്ല് കിട്ടും കേട്ടോ. കാരണം അവർക്കും എന്നെ വിടാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല, എനിക്കാണ് അവിടുന്ന് പോരാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്തായാലും തിരിച്ചു വരണമല്ലോ, നമ്മളെ സ്വന്തം വീട്ടിലേക്ക് പോയ ഒരു എന്താ പറയുക ഫീലിങ്സ് ആയിരുന്നു അവിടെ പോയപ്പോൾ ഉണ്ടായിരുന്നത്. അറിയാത്തൊരു വീട്ടിലേക്കാണ് ഞാൻ പോണതെന്നോ അല്ല, അറിയില്ല എന്നല്ല, നമ്മൾ ഒരിക്കൽ വന്നതാണ് ഇവിടെ, ഞാൻ ഫാമിലി അടക്കം എൻ്റെ അക്കാൻ്റെ കൂടെ ഞങ്ങളിവിടെ വന്നതാണ്. അപ്പോൾ നമ്മൾ ഓട്ടോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരിക്കൽ ഞാൻ ഇതിലൂടെയൊക്കെ നടന്ന വഴിയാണെന്നെങ്കിൽ കൂടി ഇവരുടെ കൂടെ ഇങ്ങനെ വെറുതെ ചുമ്മാ സംസാരിച്ച് ഇങ്ങനെ നടക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ വെറുതെ നടക്കുക, പിന്നെ അവിടുന്ന് എന്തെങ്കിലും കാണുമ്പോൾ കുറിക്കുക, കടലല്ല ഇവരുടെ ഭാഷയിൽ പറയണമെങ്കിൽ കപ്പലണ്ടി. എന്നെ ഇടയ്ക്കിടയ്ക്ക് ആരുടെ മോള് തിരുത്തുന്നുണ്ടായിരുന്നു കേട്ടോ, കപ്പലണ്ടി എന്ന് പറഞ്ഞിട്ട്. പിന്നെന്താ ലൈമ് കുടിക്കുക, കുലുക്കി സർബത്ത്, വയറ്റിലേക്ക് പോയത് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് തന്നെ ഓർമ്മയില്ല.
പിന്നെ ഞാനും ഇങ്ങനെ ഇവരുടെ അടുത്ത് പറയുമായിരുന്നെങ്കിൽ കൂടി അത് ഇത്ര പെട്ടെന്ന് ഈ ഒരു ആഗ്രഹം സാധിക്കുന്നു, മീൻസ് ഇവരുടെ കൂടെ ഇങ്ങനെ നടക്കാൻ പറ്റുന്നൊന്നും അല്ലെങ്കിൽ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നോ ഒന്നും എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളെ ഗ്രൂപ്പിൽ ബാക്കിയുള്ള ആളുകളോടൊന്നും ഞാൻ പറയാതെ പോയതിൻ്റെ ഒരു കുശുമ്പ് അവർക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ യേശുദാസിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു മാവുണ്ട്, യേശുദാസിൻ്റെ അമ്മ നട്ടെന്ന എന്തോ ആണ് ഇതിൽ പറയണത്. അപ്പോൾ ആ ഒരു മാവിനെ അവിടെ നിർത്തിയിട്ടാണ് ഈ ഒരു ഇതിങ്ങനെ കണ്ടോ, അതിൻ്റെ ഉള്ളിലൂടെയാണ് ആ മാവ് പോണത്, വീട് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. കൊച്ചിയിലെ ഏതൊരു ഭാഗം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ഫിലിമിൽ ഉണ്ടാവും കേട്ടോ. കാരണം ഇവിടെ അധികം ഫിലിം ഷൂട്ടിംഗ് എല്ലാം നടക്കുന്നത് അത് ബിഗ് ബിയിലെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള ആ ഒരു പ്ലേസാണ്. അപ്പോൾ നമ്മൾ മുന്നേ ഈ ഒരു ഈ ഭാഗങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കാണിക്കാത്ത കുറച്ച് ഭാഗങ്ങളും ഉണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരിക്കും എന്തായാലും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം മൊമെൻറ്റ്സൊക്കെ എല്ലാം ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. കുറച്ച് പാർട്ടുകൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അവിടെ നമ്മളത് കാണുകയും പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യും എല്ലാം കൂടി നടക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. കാരണം നമുക്ക് പിന്നീട് നോക്കാനായിട്ട് എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇതുപോലെ എപ്പോഴെങ്കിലൊക്കെ ഓർത്തിരിക്കാമല്ലോ. ഞാൻ കൊച്ചിയിൽ സോണിൻ്റെ വീട്ടിലെത്തിയ ടൈമിൽ എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഉമ്മക്ക് യൂട്യൂബ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീട്ടിലേക്കൊക്കെ ഉമ്മ എത്തുമായിരുന്നു എന്നുള്ളത്. അത് സത്യമാണ്. യൂട്യൂബ് മാത്രം പോരാട്ടോ, ഞങ്ങളെ ക്രിയേറ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പ് വേണം. ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു 9 ആളുകൾ ചേർന്നിട്ട്, ഇപ്പോൾ 9 ഇല്ല കേട്ടോ, 8 ആണെന്ന് തോന്നുന്നു. ഒരാൾ കുറഞ്ഞു പോയിട്ടുണ്ട്, 1 2 3 പേര് കുറഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങളൊരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഞങ്ങൾ പിന്നെ ആ ഒരു ഗ്രൂപ്പ് പിന്നെ ഞങ്ങൾ ഉപേക്ഷിച്ചില്ല. പിന്നെ അതിലൂടെ ഞങ്ങൾ തിക് ഫ്രണ്ട്സായി. ഇപ്പോൾ അതിൽ ഞങ്ങൾ കാസർഗോഡ്, എന്താ പറയുക, കൊച്ചി, ഞാനിവിടെ മലപ്പുറം, അങ്ങനെ പല ജില്ലകളിൽ നിന്നായിട്ട് പറഞ്ഞ് നമ്മളെ ഷൂട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ എവിടെയൊക്കെയാണെന്നുള്ളത് പറയാൻ വിട്ടുപോവാണ്. ഇത് വന്നിട്ട് ബ്രിട്ടീഷുകാരുടെ സെമിത്തേരിയാണ് കേട്ടോ. അവരെ കുഴിച്ചിട്ടുള്ള ഒരു ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് പൊട്ടത്തെറ്റായി പോകും. എനിക്ക് അവരോട് നിന്ന് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നടന്ന് ക്ഷീണിച്ച് ഞങ്ങളിതാ ബീച്ചിൻ്റെ ആ ഒരു കരയിലെത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നാളേക്കുള്ള ചർച്ചയാണ്. നാളെ നമ്മൾ എവിടേക്കൊക്കെ പോകണം ഒക്കെ മുൻകൂട്ടി തീരുമാനിച്ച് വെക്കുകയാണ്. ഇന്ന് പ്ലാൻ ചെയ്താലേ നാളെ അതൊക്കെ നടക്കുകയുള്ളൂ. ഇവിടെയൊക്കെ രാത്രി ആയപ്പോഴാണ് കേട്ടോ ഒരുപാട് ക്രൗഡ് ആവാൻ തുടങ്ങിയിട്ടുള്ളത്. നല്ല ആളുകളുണ്ട് കേട്ടോ. നമ്മളിവിടെയൊക്കെ ഈ ഒരു നേരത്താണെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയമായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഇതിലൂടെ ഇതാക്കണ്ട കപ്പലണ്ടിയും കുറിച്ച് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഈ ഒരു ഭംഗിയുണ്ടല്ലോ, ഇത് എൻ്റെ ക്യാമറയിൽ കിട്ടിയിട്ടില്ല. ഒരുപാട് കപ്പലുകൾ പോണ കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ അത് ഇങ്ങനെ നോക്കുമ്പോൾ അറിയില്ല കേട്ടോ അതാ കപ്പലാണെന്നുള്ളതൊന്നും. ലൈറ്റായിട്ട് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ആ കാഴ്ച അവിടെ നിന്നിട്ട് നേരിട്ട് കാണുക വേണം. പിന്നെ അന്ന് രാത്രി ഞാൻ ആര്യയുടെ വീട്ടിൽ ഞാനും സോണിയൊക്കെ ആര്യയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നട്ട ഫുഡ്. പക്ഷേ ആ ഫുഡിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, സത്യത്തിൽ അത് വിട്ടുപോയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും സോണിൻ്റെ വീട്ടിലേക്ക് തിരിച്ച് വരികയാണ്. പിന്നെ ഇത് പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ സ്പെഷ്യൽ വെളിച്ചെണ്ണ പത്തിരിയാണ്. ചായക്ക് ചൂടുണ്ടെങ്കിൽ എൻ്റെ വെളിച്ചെണ്ണ പത്തിരിയൊക്കെ ചൂടാറി പോയിട്ടുണ്ട്. കാരണം ഞാൻ എണീക്കാനായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 8 മണി കഴിഞ്ഞിട്ടാണ്. പക്ഷേ അവർ 5 മണിക്കേ പോയിട്ട് ഈ ഒരു വെളിച്ചെണ്ണ പത്തിരി വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അതൊക്കെ കൊച്ചിയിലെ സ്പെഷ്യലാണ് വെളിച്ചെണ്ണ പത്തിരി. നമ്മളിവിടെ പൊരിച്ച പത്തിരി എന്നൊക്കെ പറയുന്ന പോലെ അവിടെ വെളിച്ചെണ്ണ പത്തിരി. പക്ഷേ അതിൻ്റെ ടേസ്റ്റും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവരുടെ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ പറയും ഇതൊക്കെ എനിക്ക് വേണം എന്നുള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടെ വന്നിട്ട് കഴിക്കാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാ സ്പെഷ്യലും കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ മോളെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അവളുടെ കയ്യിലൊരു കത്തി തട്ടിയിട്ട് ആകെ സീൻ അയച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ നാട്ടിൽ നിന്ന് തട്ടി വന്നതാണ്, പക്ഷേ അത് പഴുത്ത് വന്നത് ഇവിടെ കൊച്ചിയിലെത്തിയപ്പോഴാണ്. പിന്നെ ഇതാ ഞങ്ങൾ ബോട്ടിൽ കയറാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലത്തൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്ന് ഫുള്ള് പുറത്ത് കറങ്ങിയിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക. വീണ്ടും രാത്രി ആര്യയുടെ അടുത്തേക്ക് തന്നെയായിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ ആര്യയുടെ വീട്ടിൽ 2ാമത്തെ ദിവസമാണ് സ്റ്റേ ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് കാലത്ത് ആര്യ എന്നെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി തരികയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കുറേ റീൽസ് എടുക്കാനായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചിട്ടുള്ളടുത്ത വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ റീൽസൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇൻസ്റ്റാഗ്രാമിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്റ്റാറ്റസ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അല്ലാതെ പിറ്റത്തെ ദിവസം അങ്ങനെ ഉണ്ട് ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നുമില്ലെങ്കിലും ഇങ്ങനെ ചുമ്മാ കൂട്ടുകാരൊത്ത് ഇങ്ങനെ കറങ്ങി നടക്കാനായിട്ട് എന്ത് രസമാണല്ലേ. എല്ലാ ദിവസവും നമ്മൾ ഒരേപോലെ, ഞാനാണെങ്കിൽ വീട്ടിലെ ജോലി പിന്നെ ബേക്കിങ് ആ ഒരു മാത്രമല്ലേ.
അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ കിട്ടുക എന്നുള്ളത് ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ അതാ അന്ന് രാത്രി സോണിൻ്റെ വീട്ടിൽ നിന്ന് വിട പറയുകയാണ്. അപ്പം അന്നത്തെ ദിവസം നമ്മൾ സോണിൻ്റെ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നിട്ട് അവിടുന്ന് മൊത്തത്തിലുള്ള കാഴ്ച കാണാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ആ ഒരു കാഴ്ച കാണുന്നത്. അതുപോലെ ഇവർ എപ്പോഴും പറയുന്നതാണ് ഇവിടെ രാത്രിയിൽ ഏത് സമയത്ത് വേണമെങ്കിലും പുറത്ത് ഇറങ്ങി നടക്കാനായിട്ട് പറ്റും. അത് ആർക്കും ഒരു ആൺപെൺ വ്യത്യാസമില്ലാതെ പുറത്തിറങ്ങി നടക്കാം. അത്രയ്ക്കും നല്ല കൂളായിട്ട് ലൈറ്റും കാര്യങ്ങളും. ശരി കേട്ടോ. അപ്പോൾ അത് പറഞ്ഞപ്പം എനിക്കിതാ പാലസ് റോട്ടിലൂടെ ഒന്ന് നടക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. ഇതിപ്പോൾ രാത്രി 10:30 മണിക്കാണ് കേട്ടോ. ഷോപ്പൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ആളുകളുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് 2-3 മണിക്കൊക്കെ ഇതിലൂടെ എപ്പോൾ നോക്കിയാലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ അതാ നമ്മൾ അങ്ങനെ നടന്ന് ക്ഷീണിച്ച് വീട്ടിലെത്തി. അപ്പം നമുക്ക് ലൈവായിട്ട് നമ്മൾ ആരി ദോശ ചുട്ടുതരാണ് കേട്ടോ രാത്രിയിൽ. ദോശ, അതുപോലെ ഉഴുന്ന് ദോശ, ഉഴുന്ന് വട, ഇഡ്ഡലി, പിന്നെ ചട്നി, ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എന്താ പറയുക, എല്ലാം ചൂടോടുക്കുക ഇതാ അപ്പോഴേക്കപ്പം. നിങ്ങൾ ആര്യയുടെ കിച്ചൺ കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ക്ലോസപ്പ് ഒന്നും ചെയ്യല്ലേ, ഇത് നീറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ ഇതാ ഇതുപോലെ ലൈവായിട്ട് നമ്മൾ തട്ടുകടയിലൊക്കെ കയറിയിരിക്കുന്ന ആ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. എല്ലാം ചൂടോർക്ക് ഇങ്ങനെ ടേബിളിലെത്തിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഇതായിരുന്നു അന്ന് ഞാൻ വരുന്ന തലേ ദിവസം നൈറ്റിലെ ഫുഡ്. ഞാൻ ഉഴുന്നുവട കേട്ടോ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽക്കൊരു ചട്നി ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഞാൻ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പോണ ദിവസമായിട്ടാ അന്ന് കാലത്ത് ഇവിടെയും എനിക്ക് വേണ്ടി സ്പെഷ്യൽ വെളിച്ചെണ്ണ പത്തിരിയും അതിൻ്റെ കൂടെ മറ്റേ ബോണ്ട ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഒരു പഴത്തിൻ്റെ ഒരായിട്ടുണ്ടല്ലോ ബോണ്ട. അപ്പോൾ ഇതും ഇവിടെ നിന്നും കഴിച്ചു. പിന്നെ ഞാൻ മറ്റേ മുറ്റത്തൊക്കെ ഇറങ്ങിയ പാട് തൊടു എന്നൊക്കെ കേട്ടോ പറയാൻ പോണത്. അവിടെ മുല്ലപ്പൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം സൂചി നൂലൊക്കെ എടുത്ത് കൊടുത്ത് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇത് കഴിച്ച് അപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചൂട് കൊടുക്കുക പുട്ട്, ബീഫ് കറി. ഞാൻ പുട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയും രാവിലെയൊക്കെ എനിക്ക് പുട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പാവമുണ്ട്, രണ്ടാളും നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. മാറിയിട്ട് ഇവർ പറയാറുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു കൊച്ചിക്കാർ നല്ല സ്നേഹമുള്ളവരാണെന്ന്. അത് ശരിയാണ് കേട്ടോ. കൊച്ചിക്കാർ മലപ്പുറംകാർ പോലെ നല്ല സ്നേഹമുള്ള ആളുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.